ഇടുക്കി മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളിൽ നിന്നും പ്രവേശന ഫീസ് ഈടാക്കാനുള്ള മൂന്നാർ പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെ വിമർശനവുമായി മൂന്നാറിലെ CPI പ്രാദേശിക നേതൃത്വം. ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ട ശേഷം വേണം പ്രവേശന ഫീസ് ഈടാക്കാനുള്ള നടപടികളുമായി പഞ്ചായത്ത് മുമ്പോട്ട് പോകേണ്ടതെന്ന് CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ചന്ദ്രപാൽ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളിൽ നിന്നും പ്രവേശന ഫീസ് ഈടാക്കുന്നതിനുള്ള തീരുമാനം മൂന്നാർ പഞ്ചായത്ത് കൈക്കൊണ്ടത്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾ നിക്ഷേപിക്കുന്ന മാലിന്യം പരിപാലിക്കുന്നതിനും സംസ്കരണത്തിനുമുള്ള തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സഞ്ചാരികളിൽ നിന്നും പ്രവേശന ഫീസ് ഈടാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടതെന്നായിരുന്നു ഇക്കാര്യത്തിലുള്ള പഞ്ചായത്തിന്റെ വിശദീകരണം. എന്നാൽ പഞ്ചായത്തിന്റെ ഈ നടപടിക്കെതിരെയാണ് ഇപ്പോൾ മൂന്നാറിലെ CPI പ്രാദേശിക നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ റിസോർട്ടുകളിൽ നിന്നും കടകളിൽ നിന്നും കൃത്യമായി മാസം യൂസർ ഫീ പിരിക്കുന്നുണ്ട് കാര്യങ്ങളിൽ. എന്നാൽ ആ ഒരു പണം തികയാതെ വീണ്ടും പുറത്തുനിന്ന് വരുന്ന വിനോദസഞ്ചാരികളിൽ നിന്ന് പണം ഈടാക്കുന്ന നടപടി തികച്ചും തെറ്റാണ് കാര്യത്തിൽ. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ 22-30 ലക്ഷം രൂപ ഓരോ വർഷക്കാലമായിട്ട് ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഇനത്തിൽ പഞ്ചായത്തിന് വരുമാനം ലഭിച്ചിട്ടുണ്ട് കാര്യത്തിൽ. അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുവാൻ ആ ഭരണസമിതിക്കും അല്ലെങ്കിൽ മുൻകാലത്തുള്ള പഞ്ചായത്തിലെ പ്രസിഡന്റുമാർക്കും വൈസ് പ്രസിഡന്റുമാർക്കും സാധിച്ചിട്ടില്ല കാര്യങ്ങളിൽ. വീണ്ടും വലിയൊരു ഗതാഗത കുരുക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് ഇത്തരം നിലപാടിൽ നിന്ന് കോൺഗ്രസിന്റെ ഭരണസമിതിയും പഞ്ചായത്ത് പ്രസിഡന്റും പിന്നോട്ട് പോകണമെന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളത്. മൂന്നാറിലേക്കുള്ള പ്രധാന പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്നും പ്രവേശന ഫീസ് പിരിക്കാനാണ് മൂന്നാർ പഞ്ചായത്തിന്റെ നീക്കം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.